നമ്മളൊക്കെ അല്ലാഹുമ്മ റഹ്മനി എന്ന് പറയുമ്പോൾ അല്ലാഹുവോട് കാരുണ്യം ചോദിക്കുമ്പോ എന്റെ ബിസിനസ് ഒന്ന് പുഷ്ടിപ്പെടണം, എന്റെ ആരോഗ്യം ഒന്ന് ദൃഢകാരകമാകണം, എന്റെ മക്കൾക്കൊക്കെ ഉന്നത ജോലി ലഭിക്കണം, എന്റെ വീട്ടിലൊക്കെ വലിയ റഹ്മത്ത് കിട്ടണം എന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. നിർത്തല്ലേ, 1.5 ദിവസം കൂടെ സ്പെഷ്യൽ റഹ്മത്ത് ലഭിക്കുന്ന ദിവസങ്ങളാണ്. നമ്മൾ ചോദിക്കുമ്പോ കേവലം ഭൗതികമായ വിഷയങ്ങൾക്കപ്പുറത്ത് പരലോകത്ത് രക്ഷപ്പെടണമെന്നുള്ള ചിന്ത വരണം. നമ്മൾ ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ടാകാം, നോമ്പെടുത്തിട്ടുണ്ടാകാം, വലിയ തസ്ബീഹ്മാല നമ്മുടെ കൈകളിൽ ഉണ്ടായേക്കാം, ഒരുപാട് സ്വതക്കുകളും ദാനധർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാകാം, ഒരുപാട് ഇൽമിന്റെ മജ്‌ലിസിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാകാം. പക്ഷേ സ്വർഗപ്രവേശനത്തിന് അതൊന്നും പര്യാപ്തമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മളെ രക്ഷപ്പെടണമെങ്കിൽ ഒരിക്കലും അത് പര്യാപ്തമല്ല. ഇല്ലാ ബിഫദ്ലിൻ മിനല്ലാഹി വ റഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും അത്യാവശ്യമാണ്. 500 കൊല്ലം നിരന്തരം ഇബാദത്ത് എടുത്തവരാണ്. കടലിന്റെ നടുവിൽ ആരുമായി ബന്ധമില്ലാതെ നിരന്തരം ഇബാദത്ത് എടുക്കുന്നവരാണ്. ഇങ്ങനത്തെ ഒരാൾ മരിച്ചു ചെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിനോട് പറയുത്രേ, അദ്ഖിൽനി ബിഅമലി, എന്റെ അമൽ കാരണം അദ്ഖിൽനി ജന്നത ബിഅമലി, എന്റെ അമൽ, ഞാൻ ചെയ്ത അമൽ വലിയ വിഭാഗി പറയുന്നതാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്റെ എല്ലാ സമയവും, എന്റെ മുഴുവൻ സമയവും എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി ചെലവഴിച്ചതാണ്. അതുകൊണ്ട് ഞാൻ വലിയൊരു അമലാണ്, ഞാൻ വലിയ അമൽ ചെയ്ത ആളാണ്, ഒരുപാട് നന്മ ചെയ്ത ആളാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എന്നെ നീ സ്വർഗത്തിൽ എന്റെ അമൽ കാരണം ഒന്ന് പ്രവേശിപ്പിക്കണം, എനിക്ക് അതിലൊന്ന് പ്രവേശിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നിർവാഹമില്ലല്ലോ മോനെ, നീ ചെയ്ത അമൽ ഒരിക്കലും നിനക്ക് സ്വർഗത്തിൽ പോകാൻ പര്യാപ്തമല്ല. എന്നിട്ട് അല്ലാഹു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അബ്ദീ മൻ ഖലഖക വലം തകു ശൈആ, ഒന്നുമില്ലാത്ത സമയത്ത് നിന്നെ സൃഷ്ടിച്ചതാരാണ്? അപ്പൊ അദ്ദേഹം പറയും, അന്ത യാ റബ്ബീ, എന്നെ സൃഷ്ടിച്ചത് റബ്ബേ നീയാണ്, അതിൽ സംശയമില്ല, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, അതിൽ സംശയമില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവിടുന്ന് ചോദിക്കും, അത് അകാന ദാലിക ബിഅമലിക ഔ ബിറഹ്മതി, നിന്നെ സൃഷ്ടിച്ചത് ആ 500 കൊല്ലത്തിന്റെ മുമ്പല്ലേ, അത് നിന്റെ അമലിന് ബാധകമാണോ? നിന്നെ എന്റെ റഹ്മത്ത് കൊണ്ടല്ലേ സൃഷ്ടിച്ചത്, നിന്നെ സൃഷ്ടിച്ചതിന് ശേഷമല്ലേ പിന്നെ നീ അമൽ ചെയ്യൽ തുടങ്ങിയത്, അതുകൊണ്ട് നിന്റെ അമൽ കാരണമാണോ? എന്റെ റഹ്മത്ത് കൊണ്ടാണോ നിനക്ക് ഇത്രയും ഉദാത്തമായ ഒരു സൃഷ്ടിപ്പ് നൽകിയത്? അദ്ദേഹം പറയും, നിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്, അതിനു മുമ്പ് ഞാൻ നന്മ ചെയ്തിട്ടില്ലല്ലോ, നിന്റെ കാരുണ്യമാണ് അതിന് കാരണം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മൻ ഖവ്വാക അലാ ഇബാദതി 500 സന, 500 കൊല്ലം എനിക്ക് ഇബാദത്ത് എടുക്കാൻ ആരാ മോനെ നിനക്ക് ശക്തി നൽകിയത്? ഈ വലിയ നിപ്പളക്കുന്നുണ്ടല്ലോ, ഞാൻ 100 കൊല്ലം ഇബാദത്ത് എടുത്തവനാണെന്ന്, ആരാ നിനക്ക് ശക്തി തന്നത്? ആരാണ് അതിന് ശക്തി തന്നത്? അപ്പൊ പറയും, റബ്ബേ നീയാണ് അതിന് ശക്തി തന്നത്, മറ്റാരുമല്ല. എനിക്ക് ദിക്ർ ചൊല്ലാൻ എന്റെ നാവിന് ശക്തി തന്നത് നീയാണ്, ഖുർആൻ ഓതാൻ കണ്ണിന് കാഴ്ച തന്നത് നീയാണ്, നന്മ കേൾക്കാനും പഠിക്കാനും എനിക്ക് കേൾവി ശക്തി തന്നത് നീയാണ്, നിന്നെ കുറിച്ച് കൃത്യമായി ബോധോദയം ഉണ്ടാകുന്ന ഖൽബ് തന്നത് നീയാണ്, എന്റെ കയ്യും കാലും എന്റെ ശരീരം മുഴുവനും ശക്തി പകർന്നത് റബ്ബേ നീയാണ്. മൂന്നാമതായിട്ട് ചോദിക്കും, മൻ അൻസലക ഫീ സബരിൻ ഫീ ഉസ്തിൽ ജന്ന ഫീ ഉസ്തിൽ ഉജാ വഅഖറജൽ മാഅൽ അദബ മിനൽ മാലി വഅഖറജ ലക റുമാനത ഫീ കുല്ലി ലൈലത്തിൻ വഇന്നമാ തഖറുജു ഫീ സനതി മറ വസഅൽതനി അൻ അഖ്ബിദ റൂഹക സാദിദാ
ഫഫഅൽതു ദാലിക ബിക മിൻ മൻ ഫഅല ദാലിക. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്രയാണ്? എടോ മോനെ, വലിയ സമുദ്രത്തിന്റെ നടുവിൽ ഒരു പ്രദേശത്ത് നിനക്ക് തനിച്ച് ജീവിക്കാനുള്ള അവസരം തന്നതാരാണ്? കൊല്ലത്തിൽ മാത്രം ഉണ്ടാകുന്ന ഉമ്മാൻ എല്ലാ രാത്രിയും നിന്റെ കയ്യിലെത്തിച്ചതാരാണ്? നീ സുജൂദിലായിട്ട് മരിക്കണമെന്ന് ദ്വാരന്നപ്പോ അതിന് അവസരം തന്നത് ആരാണ്? ആരാണ് ഈ നിഅമത്തുകളൊക്കെ നിനക്ക് നിരന്തരമായി തന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പോഴും അദ്ദേഹം പറയും, അന്ത യാ റബ്ബി, നീ തന്നെയാണ്. 500 കൊല്ലം ഇബാദത്ത് എടുത്ത മനുഷ്യൻ വലിയ വലിയ അമലുമായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള വലിയ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടെ നിൽക്കുമ്പോ അല്ലാഹ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനൊക്കെ നിനക്ക് കഴിവ് തന്നതാരാണ്? അല്ലാഹ് നീയാണ്. ഫകുല്ലു ദാലിക ബിറഹ്മതി, ഇതൊക്കെ എന്റെ കാരുണ്യമാണ്. നീ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. നിനക്കതിനുള്ള തോക്കത്ത് തന്നത് ഞാനാണ്, കഴിവ് തന്നത് ഞാനാണ്, അതിനുള്ള മനസ്സ് തന്നത് ഞാനാണ്. ഈ നിലയിലല്ല നിന്നെ സംരക്ഷിച്ചത് ഞാനാണ്. അതുകൊണ്ട് നിന്റെ അമല് കൊണ്ട് ഒരിക്കലും നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. നിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് നിന്റെ അമല് കൊണ്ടല്ല, എന്റെ റഹ്മത്ത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബേജാറില്ലേ? അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയില്ലെങ്കിൽ വലിയ പ്രയാസമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ സ്വർഗ്ഗം തരും, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു വല്ലാതെ ശിക്ഷിക്കുന്നവനൊന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് അവന്റെ വദവിനേക്കാൾ കാരുണ്യത്തെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. റഹ്മത്തി വസിഅതു കുല്ല ഷൈ. അല്ലാഹുവിന്റെ കാരുണ്യം നിരന്തരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുങ്ങൂല. വലാ തഖനതു മിൻ റഹ്മത്തില്ലാ, ആശ മുറിയണ്ട. അല്ലാഹുവിന്റെ കാരുണ്യം നിരന്തരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ വലിയ പ്രതീക്ഷ വെക്കണം. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ജീവിക്കാൻ കഴിയൂല എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഈ ദുനിയാവിലും പ്രത്യേകിച്ച് പരലോകത്തും. ഇവിടെ നമ്മൾ ഏതെങ്കിലും കുറച്ച് അമല് ചെയ്യുമ്പോഴേക്കും, കുറച്ചു നേരം ഖുർആൻ ഓതുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇപ്പൊ 9 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളൊരു ഖത്ം തീർത്തിട്ടുണ്ട്. ചാരിതാർത്ഥ്യം വേണ്ട. വിശുദ്ധ ഖുർആൻ ഖത്മകളേറെ തീർത്ത മഹാന്മാര് നമ്മുടെ മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു റമദാൻ അല്ലെങ്കിൽ ഓരോ ഖത്മും ഒരു ദിവസം, റമദാനായാൽ ഒരു ദിവസം 2 ഖത്മ്. എത്രയാണ് അതിന്റെ ബാഹുല്യം? കൃത്യമായി അർത്ഥം ചിന്തിച്ച് കൃത്യമായ നിയമങ്ങളെല്ലാം സൂക്ഷിച്ചുള്ള ഖിറാഅത്ത്. എന്ത് വലിയ ഖിറാഅത്താണ്! നമുക്കൊരു പക്ഷേ തജ്വീദിൽ വിള്ളലുണ്ടായിട്ടുണ്ടാകും, അർത്ഥങ്ങൾ സമ്പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാലും നമ്മൾ ഓതി തീർത്തിട്ടുണ്ടെങ്കിലും നിർത്തണ്ട. നമ്മൾ വലിയ കാര്യങ്ങളാണെന്ന് നാട്യം വേണ്ട. കഴിഞ്ഞ 9 തറാവീഹ് നിസ്കരിച്ചവരാണ് നമ്മളെങ്കിൽ പോലും ആയിട്ടില്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്ത് എത്രത്തോളമായിരുന്നു. നിസ്കരിച്ച് അവിടുത്തെ കാലിൽ വലിയ നീര് വന്ന് പ്രയാസപ്പെട്ടപ്പോ ആയിഷ ബീവി വന്നിട്ട് പറഞ്ഞില്ല, നബിയേ, പാതിരാത്രി എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? തങ്ങളുടെ മുൻകഴിഞ്ഞ വരാനിരിക്കുന്ന ഏതെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടില്ലേ? നാളെ പരലോകത്ത് സ്വർഗം ഇനാഗുറേഷൻ ചെയ്യേണ്ട, ഉദ്ഘാടിക്കേണ്ട വ്യക്തി തങ്ങളല്ലേ. പിന്നെന്തിനാണ് ഇങ്ങനെ പാതിരാത്രികളെ പകലാക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ നീര് വരുവോളം നിങ്ങൾ നിസ്കരിക്കുന്നത്? എന്തിനാണ് റബ്ബിനെ ഭയന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിർത്തിക്കൂടെ? അപ്പോഴല്ലേ ലോകാനുഗ്രഹിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, അഫലാ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ, റബ്ബ് തന്ന നിഅമത്തിന് പകരം ഞാൻ എത്ര നിസ്കരിച്ചാലും പകരമാകില്ലല്ലോ, മതിയാകില്ലല്ലോ. എന്റെ
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശാലമായി പറയുന്നില്ല, റമദാനിന്റെ പവിത്രമായ 9 രാപ്പകലുകൾ വിട പറയുകയാണ്. ഇനി ഒരൊറ്റ ദിവസം റഹ്മത്തിന്റെ പത്തിൽ ബാക്കി നിൽക്കുന്നുണ്ട്. റഹ്മത്ത് ചോദിക്കണേ. കേവലം നിസ്കാരത്തിന്റെ ശേഷമുള്ള 3 റഹ്മത്ത് ചോദിക്കലിന്റെ അപ്പുറത്ത് നിരന്തരം ഒരു ദിവസം റഹ്മത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം. 10 ദിവസം കഴിയുമ്പോഴേക്ക് റബ്ബിന്റെ റഹ്മത്ത് ലഭ്യമാകുന്ന രീതിയിൽ നമ്മൾ വളരണം, ഉണരണം, ഉന്മേഷവാനാകണം. റഹ്മത്തിന്റെ 10 കഴിഞ്ഞ് മഗ്ഫിറത്തിന്റെ 10ലേക്ക് ചുവട് വെക്കുമ്പോ നമുക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ചോദിക്കാനുള്ള ഒരു അധികാരമുണ്ട് എന്നുള്ള രീതിയിൽ റഹ്മത്ത് കൊണ്ട് നമ്മൾ പൊതിയപ്പെടണം. ഖുർആൻ ഓതി നന്മകൾ അധികരിപ്പിച്ച് അല്ലാഹുവിലേക്ക് അടുക്കുന്ന വലിയ മുത്തഖീകളിലും സ്വാലിഹീകളിലും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര മഹാന്മാരാണ് നിരന്തരം അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിച്ചു. അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കുന്നതിൽ നമ്മൾ മടി കാണിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റഹ്മത്ത് കാണിച്ച മഹത്തുക്കളെ കുറിച്ച് മഹാന്മാർ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. ഖാല റബ്ബി ഇഗ്ഫിർ ലി വലി അഖീ വഅദ്ഖിൽനാ ഫി റഹ്മതിക വഅൻത അർഹമുർ റഹീമീൻ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ദുആയാണ്, അല്ലാഹുവേ നിന്റെ റഹ്മത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഈ അമ്പിയാക്കൾക്കുള്ള സ്ഥാനം എത്രയാണ്! അവരൊന്നും ഒരിക്കലും ഭയപ്പെടേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രത്യേക ഇസ്മത്ത് ലഭിച്ച മഹാന്മാരല്ലേ അവർ. എന്നിട്ടും അവരങ്ങനെ ദ്വാരന്ന് കാണിച്ചു തന്നത് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ദുആ, അസ്ഹാബുൽ കഹ്ഫിന്റെ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ പരിചയപ്പെട്ടവരാണ്. വിശുദ്ധ ഖുർആനിലുള്ള റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദാ. അല്ലാഹുവേ ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ. അവരുടെ ദുആയായിരുന്നു. സത്യവിശ്വാസികളുടെ ദുആ പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തെ തരാൻ വേണ്ടിയിട്ട് സത്യവിശ്വാസികളുടെ ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം നമുക്ക് കരുണ ചെയ്യുമെന്ന് യാതൊരു സംശയവുമില്ല. ഇതൊക്കെ കൂടെ കേട്ട് നമ്മൾ ആകെ ഇടങ്ങാറായിരിക്കേണ്ട ആവശ്യമില്ല. ദുനിയാവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്ത് പോലെ റഹ്മത്ത് പോലെ അല്ലാഹു പരലോകത്ത് നമുക്ക് ലഭിക്കുമെന്ന ഒരു ശുഭവിശ്വാസവും പ്രതീക്ഷയും വേണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബീഹി ബന്ദികളായി അടച്ചിടപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, ബന്ധിക്കപ്പെട്ട കുറച്ച് ആൾക്കാർ, അവരെ ഇങ്ങനെ അടിയിലൂടെ ഇങ്ങനെ പോയി. ആ കൂട്ടത്തിൽ ഒരു പെണ്ണ് എന്തോ തെരഞ്ഞു നടക്കുന്ന ഒരു പെണ്ണിന് ഒരു വെപ്രാളം, ആരെയോ അന്വേഷിക്കുന്നത് പോലെ ഇങ്ങനെ കാണാം. ആ സമയത്ത് ആ പെണ്ണിന് ഇങ്ങനെ കണ്ണ് തെരയുന്നുണ്ട്, ആരെയോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പെണ്ണിന്റെ കുട്ടിയെ കണ്ടു. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി, അവിടെ കൂടി നിൽക്കുന്നവർക്ക് മനസ്സിലായി ഈ പെണ്ണ് ഇതുവരെ തെരഞ്ഞത് ആ കുട്ടിയെയാണ്. ഓടിപ്പോടുന്നു, ആ കുട്ടിയെ എടുക്കുന്നു, തന്റെ മാറോട് ചേർക്കുന്നു. ആ പെണ്ണ് ആ കുഞ്ഞിനെ അമ്മിഞ്ഞ നൽകുന്നു. ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകിയിട്ട് ഇത്ര നേരം കുറച്ച് സമയത്തേക്ക് തന്റെ കുട്ടിയെ കാണാതായതിലുള്ള സങ്കടം മുഴുവനും പ്രകടിപ്പിക്കുന്നു. ഈ സമയത്ത് ഹബീബായ നബി തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അതറൗന ഹാദിഹിൽ മർഅത ത്വാലിഹതൻ വലദഹാ ഫിന്നാർ. സ്വഹാബ, തറ സ്നേഹം കൈമാറുന്ന ഈ പെണ്ണ്, ഈ ഉമ്മ ആ കുട്ടിയെ തീയിലിടുമെന്ന് നിങ്ങൾക്ക് വല്ല അഭിപ്രായവുമുണ്ടോ? ഈ പെണ്ണ് ഈ കുട്ടിനെ കൊണ്ടേട്ട് തീയിലിടുന്നു എന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ മഹാനായ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, എത്ര കാരുണ്യമാണ് ആ പെണ്ണ് ആ കുട്ടിയോട് കാണിക്കുന്നത്. ആ കുഞ്ഞിനെ കൊല്ലാൻ, തീയിലിടാൻ ആ പെണ്ണിന് മനസ്സ് വരൂല. അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. സ്വഹബ, എന്നാൽ അർഹമുർ റഹീമായ അല്ലാഹുവിനെ തന്റെ
തന്റെ അടിമകളോട് ഈ പെണ്ണിന് കുട്ടിയോടുള്ള കാരുണ്യത്തിന്റെ പതിമടങ്ങൾ സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മുത്തഫഖുൻ അലൈഹിയായ ഹദീസല്ലേ, ഇന്ന ലില്ലാഹി തആല മിഅത റഹ്മ, അല്ലാഹുവിന് 100 അനുഗ്രഹങ്ങളുണ്ട്. അൻസല മിൻഹാ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാ. ഈ സൃഷ്ടികളിലേക്ക് മുഴുവനും അല്ലാഹു അതിൽ നിന്നൊരൊറ്റ റഹ്മത്തെ നൽകിയിട്ടുള്ളൂ. ഫീഹാ യതഅതഫൂന വബിഹാ യതറഹമൂൻ വബിഹാ തഅഖുൽ വഹ്ശു അലാ വലദിഹാ. ഇവിടെ കാണുന്ന എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും റബ്ബിന്റെ ആ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് വീതിക്കപ്പെട്ടതാണ്. പരുന്ത് വരുമ്പോ തന്റെ കുഞ്ഞിനെ റാഞ്ചാൻ വേണ്ടി വരുന്ന ആ പരുന്തിൽ നിന്ന് കുട്ടിയെ സംരക്ഷിക്കാൻ തള്ള പോയി കാണിക്കുന്ന വെപ്രാളം നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് അല്ലാഹുവിന്റെ ഒരു കാരുണ്യത്തെ വിതരണം ചെയ്തതാണ്. ഇങ്ങനെ ഓരോ ജീവികളും തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം നിങ്ങൾ കാണുന്നില്ലേ? നമ്മൾ തന്നെ നമ്മുടെ ഉമ്മയിൽ നിന്ന് എത്രയാണ് അനുഭവിച്ചത്? നമ്മുടെ ഭാര്യമാര് നമ്മുടെ മക്കൾക്ക് എത്രയാണ് പകർന്നു നൽകിയത്? മുഴുവൻ സ്ത്രീകളും അവരുടെ മക്കൾക്ക് പകർന്നു നൽകുന്ന കാരുണ്യം എത്രയാണ്? നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ വിശപ്പ് സഹിച്ച് കണ്ണ് കൊഴിഞ്ഞു പോയ ഒരു ചെറിയ പൈതൽ നമ്മുടെ മുഖത്തേക്ക് നിസ്സഹായനായി നോക്കി നിന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സറിയില്ലേ? നമ്മുടെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം പകുത്തു നൽകാൻ നമുക്ക് മനസ്സ് വരില്ലേ? മാത്രമല്ല, ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ കുട്ടിക്ക് നമ്മൾ സുഭിക്ഷമായ ഭക്ഷണം തന്നെ വാങ്ങിക്കൊടുത്തെന്ന് വരും. എത്ര ദാനധർമ്മങ്ങളാണ് ഈ റമദാൻ 9 നമ്മൾ കൊടുത്തത്? പലതും കാരുണ്യ പ്രവർത്തനത്തിനല്ലേ, പലതും നമ്മൾ സാന്ത്വന പ്രവർത്തനങ്ങൾക്കല്ലേ, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനല്ലേ. സക്കാത്ത് കൊടുക്കുന്നത് മറ്റുള്ളവരെ സംരക്ഷിക്കാനല്ലേ, നമ്മുടെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് അത്താണിയാകാനല്ലേ. ഒരു ചെറിയ മഴ അവർക്ക് ചെയ്തു കൊടുക്കുകയല്ലേ. ഇങ്ങനെ നമ്മൾ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വ കാരുണ്യങ്ങളും അല്ലാഹുവിന്റെ ഒരൊറ്റ റഹ്മത്ത് വിതരണം ചെയ്തതാണ്. ഭയപ്പെടേണ്ട, ബാക്കി 99 റഹ്മത്തും വഅഖറ അല്ലാഹു തആല 99 റഹ്മ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. നിങ്ങളെ റബ്ബിന്റെ ബാക്കി വരുന്ന 99 റഹ്മത്തും പരലോകത്ത് തന്റെ അടിമകളായ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും ഭയപ്പെടേണ്ട. അല്ലാഹുവിന്റെ റഹ്മത്ത് വസിഅത്ത് കുല്ല ഷൈഇൻ, സർവ്വ വസ്തുക്കൾക്കും വിശാലമായി കിടക്കുകയാണ്. മരിക്കുവോളം റബ്ബിന്റെ റഹ്മത്ത് അനുഭവിക്കുന്ന നമുക്ക് പരലോകത്തും റഹ്മത്ത് ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തണം, നമ്മുടെ സംസാരങ്ങളെ രൂപത്തിലാക്കണം, പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ നല്ലതാക്കണം, മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ മയം കൊണ്ടുവരണം. കൃത്യമായൊരു മുഅ്മിനിന് വേണ്ട സർവ്വ വിശേഷണങ്ങളും സ്വഭാവ വിശേഷണങ്ങളിലും നമ്മളിൽ മേടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്ര നേരം പറഞ്ഞതും കേട്ടതും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റബ്ബേ പള്ളിയിൽ കൃത്യമായി നസീഹത്ത് നടന്നു, ഇൽമിന്റെ മജ്‌ലിസ് നടന്നു. ഇതിൽ പങ്കെടുത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. റബ്ബേ, ഇൽമുൽ മജ്‌ലിസ് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. ഞങ്ങൾക്ക് ഒരിടം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, റമദാനിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റബ്ബേ. അതിന് ഞങ്ങളുടെ പാപം പൊറുക്കാൻ കാരണമാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണേ റഹ്മാനേ. ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. ഹലാലായ ഉദ്ദേശങ്ങളെ സഫലമാക്കണേ റഹ്മാനേ. രോഗികളുണ്ട്, നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. കാമിലായ ആഫിയത്ത് നൽകണേ റഹ്മാനേ. സർവ്വ ആഫത്തും മുസീബാത്ത് വലിയാത്തുകളെ തട്ടിമാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ നാണം കെടുത്തല്ലേ റബ്ബേ, വഷളാക്കല്ലേ അല്ലാഹ്. നീ തന്ന ഇസ്സത്തും നിഅമത്തുകളും മരണം വരെ ഞങ്ങൾ
ഞങ്ങളെ മരണശേഷം തലമുറയായി നിലനിർത്തി തരണേ റബ്ബേ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഭാര്യമാരെയും പെൺമക്കളെയും സ്വാലിഹത്തുകളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ അവസാനത്തെ വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ കാമിലാകുന്ന സമയത്ത് മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ റഹ്മാനേ. ഇത്തരം സദസ്സുകളിൽ കഴിഞ്ഞ വർഷം വരെ പങ്കെടുത്ത പലരും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി. 6 അടി മണ്ണിലാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് താങ്ങായ ഞങ്ങളോട് കടമപ്പെട്ട പലരും 6 അടി മണ്ണിലാണ്. അവരുടെ മണ്ണറനി സ്വർഗീയ മണിയറയാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ റഹ്മാനേ. നിന്റെ റഹ്മത്ത് കൊണ്ട് അവർക്കും ഞങ്ങൾക്കും നീ അർശിന്റെ തണൽ നൽകണേ റഹ്മാനേ. ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നബിയുടെ ശഫാഅത്തിൽ ഒരംഗമായി സ്വർഗ്ഗത്തിലൊന്ന് കടക്കാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. വിശുദ്ധ റമളാനിന്റെ നരകമോചിതരിൽ ഞങ്ങളെ ഒരു അംഗമാക്കണേ റഹ്മാനേ. നരകം ഹറാമായ ജസദിന്റെ ഉടമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.